Hello friends, I am Nisha from Nissas kitchen. Welcome to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സിമ്പിൾ കേക്ക് ആണ്. ക്യാരറ്റ് കേക്ക്. ബീറ്ററും ഓവനും ഒന്നുമില്ലാതെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റ് ഉള്ള ഒരു കേക്കാണിത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റെഗുലർ ആയിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരറ്റ് 2 എണ്ണം മീഡിയം സൈസ് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം കട്ട് ചെയ്തെടുത്തതാണ്. നല്ല ഫ്രഷ് ക്യാരറ്റ് വേണം എടുക്കാനായിട്ട്. ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് ഐസിങ് ഷുഗർ 1/4 കപ്പ്. സാധാരണ പഞ്ചസാര മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. മുട്ട 4 എണ്ണം, വലിയ മുട്ടയാണെങ്കിൽ 3 എണ്ണം മതി. വാനില പൗഡർ അല്ലെങ്കിൽ വാനില എസൻസ് 1/2 ടീസ്പൂൺ. ഇതില്ലാന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചതാണെങ്കിലും മതി. കേക്കിന് മുട്ടയുടെ സ്മെല്ല് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഉപയോഗിക്കാം. സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ്. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ. ഈ ഒരു കപ്പിന് 1/4 കപ്പ്. ഇത് ഏകദേശം 250 ഗ്രാം ഉണ്ട്. ഇനി ഗാർണിഷിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ഉണക്കമുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് കാഷ്യൂ നട്ട്, പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. പിന്നെ ആവശ്യമുള്ളത് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ക്യാരറ്റ് ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അരച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇങ്ങനെ കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 4 മുട്ട കൂടെ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇതിപ്പോൾ ചെറിയ മുട്ട ആയതുകൊണ്ടാണ് 4 എണ്ണം എടുത്തിരിക്കുന്നത്. മുട്ടയുടെ വലിപ്പം കൂടുതലാണെങ്കിൽ, വലിയ മുട്ടയാണെങ്കിൽ 3 എണ്ണം എടുത്താൽ മതി. ഇപ്പം നമ്മൾ അരച്ചെടുക്കാനുള്ള 3 ഇൻഗ്രീഡിയൻസും, അതായത് ക്യാരറ്റ്, മുട്ട, വെജിറ്റബിൾ ഓയിൽ, ഇത് 3ഉം കൂടെ മിക്സിയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് 3ഉം കൂടെ നന്നായിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല വെണ്ണ പോലെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതിൽ ഈ മുട്ടയുടെ ഒരു സ്മെല്ല് ഒഴിവാക്കാനായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇത് വലിയ സ്പൂണാണ്, ചെറിയ സ്പൂണിന് അളവാണെങ്കിൽ 1/2 ടീസ്പൂൺ വാനില പൗഡർ അല്ലെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർക്കാം. നമുക്കിനി ഇതും കൂടെ ജസ്റ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. അധിക സമയം ഇനി അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഏതാനും സെക്കൻഡ്സ് ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ച ശേഷം വേണം ചേർക്കാൻ. ഇനി നമ്മൾ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇതുപോലെ തന്നെ അരിച്ച ശേഷം വേണം ഇടാനായിട്ട്. ഒട്ടും തരിയില്ലാതെ വേണം ഓരോന്നും ചേർക്കാനായിട്ട്. എന്നാലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കാം. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ചേർക്കാം. ഇതിപ്പോൾ ഞാൻ വലിയ സ്പൂണാണ് എടുത്തിരിക്കുന്നതെങ്കിലും അളന്നെടുക്കുമ്പോൾ 1 ടീസ്പൂൺ എടുക്കുക. അതും ഇതുപോലെ അരിച്ച ശേഷം വേണം ഇടാൻ. ഇനി അടുത്തായിട്ട് നമുക്ക് മൈദ ചേർക്കാം. മൈദ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മൈദ 3 ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതും ഇതുപോലെ അരിച്ചിടുക. കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഒന്നിച്ചിട്ടിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ കട്ട കെട്ടി കിടക്കും. ഒട്ടും കട്ടയില്ലാതെ തരിയില്ലാതെ വേണം കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാനായിട്ട്. കുറച്ച് മൈദ കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് അരിച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ തയ്യാറായി കഴിഞ്ഞു. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ബാറ്ററിന്. അധികം തിക്കാവരുത്, എന്നാൽ അധികം ലൂസായി പോകാനും പാടില്ല. അടുത്തതായിട്ട് നമുക്ക് ബേക്കിങ്ങിനുള്ള പാൻ തയ്യാറാക്കാം. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു സോസ് പാൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. സോസ് പാൻ നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലുള്ളത് എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ അധികം വലിപ്പമില്ലാത്ത ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി ഇത് ബേക്കിങ്ങിനായിട്ട് ഈ പാന് പ്രിപ്പയർ ചെയ്യാം. അടുത്തായിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ ബട്ടർ പേപ്പർ ഈ സോസ് പാൻ്റെ ചുവട്ടിൽ ഇതുപോലെ റൗണ്ടിൽ ആകത്തക്ക വിധത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ബട്ടർ പേപ്പർ വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ ചുവട്ടിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ പുറത്തായിട്ട് വീണ്ടും ബട്ടർ അപ്ലൈ ചെയ്യണം. ഇനി ഈ ബട്ടർ പേപ്പർ തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഇതിൻ്റെ ഈ ഭാഗത്തും ബട്ടർ അപ്ലൈ ചെയ്യാം. ബട്ടർ തേക്കുമ്പോൾ ഈ ചുവട്ടിൽ മാത്രമേ പറ്റാവുള്ളൂ, ഈ സൈഡ് ഭാഗത്ത് ബട്ടർ പറ്റരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ സൈഡ് ഭാഗം ഹാർഡായി പോകും. അതുകൊണ്ട് ചുവട്ടിൽ മാത്രം അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ സോസ് പാൻ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഈ സോസ് പാൻ്റെ ചുവട്ടിൽ മാത്രം കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ സോസ് പാൻ ഇതുപോലെ നന്നായിട്ട് ഒരു 5-6 പ്രാവശ്യം ടാപ്പ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസൊക്കെ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്കിത് ഗാർണിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗാർണിഷിങ്ങിനായിട്ട് നമ്മൾ കുറച്ച് കാഷ്യൂനട്ടും റൈസിൻസും ഗ്രേറ്റഡ് ക്യാരറ്റും എടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഗാർണിഷ് ചെയ്യേണ്ട ഈ കാഷ്യൂനട്ടും റൈസിൻസും എല്ലാം ഈ ഷുഗർ പൗഡറിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ ഡയറക്റ്റ് ഇത് ഈ ബാറ്ററിലേക്ക് ഇട്ടാൽ ഇത് നേരെ താന്നു പോകും. ഇതിൻ്റെ പുറത്ത് ഇതുപോലെ തന്നെ പൊന്തി കിടക്കാനായിട്ട് ഇതുപോലെ ഷുഗർ പൗഡറിലൊന്ന് പൊതിഞ്ഞ ശേഷം ഇതുപോലെ ഇട്ട് അലങ്കരിച്ചെടുക്കാം. റൈസിൻസും ഇതുപോലെ തന്നെ ചെയ്യാം. ഇനി ഇതിൻ്റെ പുറത്തോട്ട് ഗ്രേറ്റഡ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഷുഗർ പൗഡറിൽ പൊതിയണമെന്നില്ല, കാരണം അതിന് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് അത് താന്നു പോകത്തില്ല. അങ്ങനെ നമ്മുടെ ഗാർണിഷിങ്ങും കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പാത്രം ടൈറ്റായിട്ട് അടച്ചു വെക്കാം. ആദ്യമായിട്ട് ഇതുപോലൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ടൈറ്റായിട്ട് കവർ ചെയ്യണം. നമ്മുടെ അടപ്പ് നല്ല ടൈറ്റ് ആണെങ്കിൽ ഫോയിൽ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് അടച്ചു വെക്കാം. നന്നായിട്ട് ഇതുപോലെ ടൈറ്റാക്കി വെക്കണം. ഇതിപ്പോൾ ബേക്കിങ്ങിനായിട്ട് തയ്യാറായി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഇതെങ്ങനെ ബേക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കാം. നമുക്ക് ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഹോട്ട് പ്ലേറ്റിൻ്റെ ഒരു സ്റ്റൗ ആണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പുറത്തോട്ട് ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു തട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു തട്ടാണ്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാക്കിയിട്ടിരിക്കുകയാണ്. ഇത് ആദ്യം ഒരു 5 മിനിറ്റ് ഇതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കി ഇടണം. നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ മീഡിയം ഹീറ്റിൽ മതി. ഇതിപ്പോൾ ഹോട്ട് പ്ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഫുൾ ഹീറ്റിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പുറത്തോട്ട് നമ്മുടെ ബേക്കിങ്ങിനുള്ള പാത്രം വെച്ച് കൊടുക്കാം. നമുക്കിനി ഇതിനെ ബേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ ബേക്കിംഗ് ടൈം 45 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെയാണ്. ഇടയ്ക്ക് ഇത് തുറന്നു നോക്കാൻ പാടില്ല. നമുക്ക് ആദ്യം ഒരു 40 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് പാകമായോ എന്നറിയാനായിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്ക് നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കാം. സ്റ്റിക്ക് പുറത്തെടുക്കുമ്പോൾ ഇതുപോലെ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ആവശ്യത്തിന് ബേക്കായി കഴിഞ്ഞു. ഇത് നമുക്കിനി അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. നന്നായിട്ട് തണുത്ത ശേഷം വേണം ഇത് ഈ പാനിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കേക്കിനെ ഈ സോസ് പാനിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഒരു നൈഫ് അല്ലെങ്കിൽ ഇതുപോലൊരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. കേക്ക് ഈസി ആയിട്ട് വിട്ടു പോരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് താഴെ ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ കേക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കമഴ്ത്തി പിടിച്ച ശേഷം ഇതിനെ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ വളരെ പെർഫെക്റ്റായിട്ട് നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡൊന്നും ഒട്ടും ഹാർഡാകാതെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഓവൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ പ്രഷർ കുക്കറിൽ വെച്ചോ നമുക്ക് ഇതുപോലെ തന്നെ ഈ കേക്ക് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് അടുത്തതായിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇതിൻ്റെ ഉൾഭാഗവും ആവശ്യത്തിന് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ചായക്കൊപ്പം ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സാണ് ഈ ക്യാരറ്റ് കേക്ക്.
സിമ്പിളായിട്ടുള്ള ഈ ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് വളരെ ടേസ്റ്റുള്ളൊരു കേക്കാണ്. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇതുണ്ടാക്കി നോക്കാനായിട്ട് മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.